ഇന്ന് ഈ പേരിന്റെ ലെറ്റർ വെച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഞാൻ എന്തൊക്കെ കഴിച്ചെന്നും എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്നും നോക്കാം. ആദ്യത്തെ അക്ഷരം ഡി ആണ്. ഡിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡോണറ്റിന്റെ കേക്കാണ് കഴിക്കുന്നത്. അങ്ങനെ വണ്ടിയിൽ ഇരുന്നും നടന്നും ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ അങ്ങനെ ഡോണറ്റ് കഴിച്ചു തീർത്തു. രണ്ടാമത്തെ അക്ഷരം ഇ ആണ്. ഇക്ക് വേണ്ടിയിട്ട് ഞാൻ എവരിഡേയുടെ ഒരു പാൽപ്പൊടിയാണ് കഴിക്കാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എവരിഡേയുടെ പാൽപ്പൊടി കഴിച്ചിട്ട് രണ്ടാമത്തെ അക്ഷരമായ ഇയും ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. വീട്ടിലേക്ക് എനിക്കിപ്പോൾ കുറച്ച് വെള്ളം കോരി വെക്കാനായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ അങ്ങനെ കോരിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ വെള്ളം കോരുന്നത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പെയാണ് എന്നെ ഒരാൾ ഓട്ടം വിളിക്കുന്നത്. വെള്ളം കോരിച്ച് ഇപ്പം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി ഓട്ടം പോകാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ ചലഞ്ചിൽ അങ്ങനെ മൂന്നാമത്തെ അക്ഷരം വീണ്ടും ഇ തന്നെയാണ്. ഇക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു എലൈറ്റിന്റെ കേക്കാണ് മേടിച്ചേക്കുന്നത്. കേക്കും കഴിച്ചുകൊണ്ട് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് മൂന്നാമത്തെ അക്ഷരമായ ഇയും ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഓട്ടം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുളിയും കഴിഞ്ഞ് ഡ്രസ്സും മാറിയിട്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ടേ. അടുത്ത അക്ഷരം പി ആണ്. പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പെർക്കാണ് കഴിക്കുന്നത്. അങ്ങനെ പെർക്ക് കഴിച്ചിട്ട് നാലാമത്തെ അക്ഷരമായ പിയും ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. കുറെ നേരം മുമ്പ് മേടിച്ചു വെച്ചിരിക്കുന്ന പെർക്കായതുകൊണ്ട് ഇതിനകത്ത് ചോക്ലേറ്റ് മുഴുവൻ ഇപ്പോൾ ഈ കവറിൽ പറ്റിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് വേണം ഈ കവർ നക്കാനായിട്ട്. പണ്ടേ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ അല്ലേ. അവസാനത്തെ അക്ഷരമായ എക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആപ്പി ഫിസും കൂടെ കുടിച്ചിട്ട് ഈ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. പിന്നീട് പതിവ് പോലെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സപ്പോർട്ട് എന്ന നിലയിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.